വജ്ര രചന ഹിമാനവീൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്റെ പെണ്ണ് അവന്റെ ഒരു കാര്യത്തിൽ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. ആ അലർച്ചയിൽ കേട്ട വാക്കുകളുടെ അർത്ഥം ഗ്രഹിച്ചതും ശരീരമാകെ ആഞ്ഞു പതിച്ച ഒരു മിന്നലിൽ ഓരോ അണുവും പൊള്ളലേറ്റ് വെന്തുപോയതുപോലെ പിടഞ്ഞുകൊണ്ട് അവൾ രണ്ടടി പുറകിലേക്ക് വേച്ച് നിന്നുപോയി. കൈത്തണ്ടയിൽ പിടിച്ചിരുന്ന പ്രണവിന്റെ കൈകളുടെ മുറുക്കം അപ്പോഴും അയഞ്ഞിരുന്നില്ല. വായിൽ നിന്ന് വീണു പോയതെന്തെന്നോർക്കാതെ കത്തുന്ന കണ്ണുകളോടെ നിൽക്കുകയായിരുന്നു അപ്പോഴും അവൻ. എബി എന്ന അവളുടെ വിളിയിൽ ചിന്തയും മനസ്സും ബുദ്ധിയും ആണിയടിച്ച് തറച്ച പോലെ നിന്നുപോയതാണ്. ശബ്ദമുയർത്തി പറഞ്ഞ് കിതപ്പ് മാറാതെ അരിശമൂത്ത് നിൽക്കുകയാണ്. ആളുടെ കണ്ണിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് പല്ലി ഞെരിച്ചമർത്തിക്കൊണ്ട് അതേ നിൽപ്പ് നിൽക്കുകയാണ്. വജ്രയുടെ കൺപീലികൾ പോലും നിർജീവമായതുപോലെ ചലനമറ്റ് നിൽക്കെ പ്രണവിന്റെ വായിൽ നിന്ന് വന്ന വാക്ക് തലച്ചോറിലേക്ക് ഒരിക്കൽ കൂടി ആഞ്ഞടിച്ചപ്പോൾ അഗ്നികുണ്ഡത്തിൽ ചാടി കണക്കെ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് ആ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ അവന്റെ കയ്യിലേക്ക് ഇറ്റി വീണു. മുറുകുന്ന ശ്വാസം അടക്കി പിടിച്ച് ഉള്ളിലേക്ക് വലിച്ചെടുത്ത് തന്നിൽ മുറുകി അവന്റെ കയ്യിലേക്കും ആ കണ്ണിലേക്കും കേട്ട വാക്കുകളിലെ സത്യം തിരഞ്ഞുകൊണ്ട് നോക്കി. താൻ കേട്ട് തെറ്റിയതാവും അല്ലേ? ആണ്, അങ്ങനെയാണ്. വെന്തുരുകി നിൽക്കുന്ന മനസ്സ് ജീവശ്വാസം നിലനിർത്താനെന്ന പോലെ സ്വയം ആശ്വസിപ്പിക്കാനെന്ന പോലെ ആവർത്തിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഉയർന്ന നെഞ്ചിരിപ്പോടെ ഇണതടവില്ലാതെ കണ്ണിൽ നിന്ന് നടന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ അവളുടെ നെഞ്ച് നനയ്ക്കുമ്പോൾ കഴിഞ്ഞ നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് വീണ്ടും ഇരച്ചു കയറവേ ഉൾക്കിടലത്തോടെ തിരിച്ചറിഞ്ഞു. കേട്ടത് തെറ്റിയതല്ല, അവൻ അത് തന്നെയാണ് പറഞ്ഞത്. എന്റെ പെണ്ണെന്ന്. കാതുകൾ കൊട്ടിയടക്കപ്പെട്ടതുപോലെ അസഹനീയമായ വേദനയാൽ പുളയും പോലെ നെറ്റി വിളിച്ച് പ്രണവിനെ നോക്കിയ ആ നിമിഷമാണ് അത്ര നേരം അവിടെ കൈത്തണ്ടയിൽ മുറുകി അവന്റെ കൈ അയഞ്ഞു തുടങ്ങിയത്. വജ്രയുടെ ഭാവമാറ്റം അവന്റെ തലച്ചോറിലേക്ക് വെളിവാണിന്റെ മിന്നൽ പിണറുകൾ തുളച്ചു കയറ്റിയ നിമിഷം ഹൃദയമിടിപ്പ് മരണത്തിലേക്ക് കുതിക്കുകയാണോ എന്ന് തോന്നിച്ചുകൊണ്ട് പാഞ്ഞു തുടങ്ങി. നിമിഷാർദ്രം കൊണ്ട് അവന്റെ ശരീരമാസകളും വിയർത്തു കുളിച്ചു. ഞൊടിയിടയിൽ ഞെട്ടലോട് അവളിന്മേലുള്ള അവന്റെ കൈ പൂർണ്ണമായും പിടിവിട്ടുകൊണ്ട് നിശ്ചലമായി നിന്നുപോയി. കണ്ണിൽ അത്ര നേരം കത്തി ജ്വലിച്ച ദേഷ്യം ആ ഞെട്ടിത്തരിച്ചുള്ള നോട്ടത്തിൽ കൊടുങ്കാറ്റേറ്റതുപോലെ അണഞ്ഞു. പകരം അവരുടെ ഭയം അങ്ങേയറ്റത്തെ ഭയം തെളിഞ്ഞു. പ്രണവിന്റെ കണ്ണിലെ പിടച്ചിൽ അവന്റെ വിയർത്തൊലിച്ച ഭാവം വജ്രയുടെ ഓരോ രോമകൂപത്തെയും പൊള്ളിപ്പിച്ചു. ആ സെക്കൻഡിൽ തന്നിൽ നിന്ന് അകന്ന് പാതിയിൽ നിശ്ചലമായി നിന്ന് അവന്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. എന്താ നീ പറഞ്ഞേ? ആ ചോദ്യത്തിൽ ഇടർച്ചയിൽ കടന്ന ശബ്ദത്തിന്റെ മൂർച്ച പ്രണവിന്റെ നെഞ്ചിലേക്ക് ഒരു വാൾമുന തൊട്ടില്ലെന്ന പോലെ അഭിമുഖമായി കൊണ്ടുവന്ന് നിർത്തി. അവന്റെ കൈഞ്ഞരമ്പിൽ അറിയുന്ന മിടിപ്പിന്റെ അതിവേഗത കൈവെള്ളയിൽ അറിഞ്ഞ് പകപ്പോടെ അവിടെ കണ്ണുകൾ പിടഞ്ഞു. ചോദിച്ചു കേട്ടില്ലേ? പല്ലുകടിച്ചമർത്തി അടക്കി പിടിച്ച ശബ്ദത്തിൽ, സങ്കടവും ദേഷ്യവും പിടിച്ചു നിർത്തിയ ചിലമ്പിച്ച ശബ്ദത്തിൽ വീണ്ടും അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഹൃദയത്തിലേക്ക് അസഹ്യമായൊരു വേദന പടർന്നു കയറി. പൊടുന്നിനെ പ്രണവ് തിരിഞ്ഞെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. പറഞ്ഞു പോയി ഞാൻ. നിന്റെ കണ്ണിലേക്ക് നോക്കാൻ എനിക്ക് കഴിയുന്നില്ല വജ്ര. എൻ്റെ ശരീരമാകെ തളരുന്ന പോലെ. എൻ്റെ മനസ്സിനെ എതിർത്തുകൊണ്ട് നീ ഇനിയും ശബ്ദമുയർത്തുന്നത് എത്ര നേരം കേട്ടിൽക്കാൻ എനിക്ക് കഴിയുമെന്നറിയില്ല. വീണുപോയേക്കാം ഞാൻ. എങ്കിലും നീ അറിയേണ്ടത് തന്നെയാണിത്. പക്ഷേ ഈ കടമ്പ ഞാനെങ്ങനെ മറികടക്കുന്ന എനിക്കറിയില്ലെന്ന് മാത്രം. പിന്തിരിഞ്ഞെന്ന് അവനെ ശക്തിയോടെ പിടിച്ചു വലിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തുമ്പോൾ കിതച്ചു പോയിരുന്നു അവൾ. മുഖമാകെ കണ്ണീര് പടർന്നിട്ടുണ്ട്. കണ്ണ് കലങ്ങി ചുവന്നിട്ടുണ്ട്. തല താഴ്ത്തി തനിക്ക് മുമ്പിൽ നിൽക്കുന്നവന്റെ മുഖം പിടിച്ചുയർത്തുമ്പോൾ വിറച്ചിരുന്നു വജ്രയുടെ കൈ. എന്താ പറഞ്ഞെന്ന് അലർച്ചയായിരുന്നത്. പ്രണവ് ഞെട്ടി പുറകിലേക്ക് ഒരു ചൂട് വെച്ചുപോയി. ഇനിയും വെടിയാത്ത അവന്റെ മൗനത്തിൽ പ്രകോപിതയായി ഉഗ്രരൂപം പൂണ്ട പോലെ കലികൊണ്ട് വിറക്കുകയായിരുന്നു അവൾ. ദേഷ്യം കൊണ്ട് തന്നെ ചുട്ടരിക്കാൻ പാകത്തിൽ ആ കണ്ണിൽ തീ ആളിക്കത്തുന്നുണ്ടെന്ന് തോന്നി പ്രണവിന്. സപ്തനാടികളും തളർന്ന പോലെ ഒരക്ഷരം മിണ്ടാനാവാതെ ആളുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ശ്വാസത്തിന്റെ കുതിപ്പ് അവൾ അറിയാതിരിക്കാൻ പാടുവിട്ടുപോയവൻ. വജ്രയുടെ കണ്ണുകൾ കൂർത്തു തുടങ്ങി. തനിക്കുള്ള ഉത്തരം തരാൻ അവൻ തയ്യാറാവാതെ നിൽക്കുമ്പോൾ അവന്റെ മനസ്സുകൾ മുഴുവൻ പുറത്തെത്തിച്ചേ അടങ്ങുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച നിമിഷം പ്രണവിന്റെ കൈകളിൽ നിന്ന് പിടിവിട്ട് അവളരടി പുറകിലേക്ക് നീങ്ങി നിന്നു. അവന്റെ ഉള്ളൊന്നു ഉലഞ്ഞുപോയി. കണ്ണിൽ നിന്നും ഒരു നീർത്തുള്ളി നെഞ്ചിലേക്ക് ഇറ്റി വീണു. തനിക്ക് മുമ്പിൽ കരിയൊതുക്കി പിടിച്ച് വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുന്ന തനിക്ക് പരിചിതയല്ലാത്ത തന്റെ വജ്രയെ കണ്ട് കണ്ണുനീർ പാടുകെട്ടി കാഴ്ച മറച്ചു തുടങ്ങി. അതെ, ഞാൻ എബിയുടെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് എബിയോട് എന്ത് ശത്രുത? എബിക്ക് എന്നോടുമില്ല ശത്രുത. നിനക്കറിയാവുന്നതാണത്. നിന്റെ ഇഷ്ടമല്ല ഞാൻ അവിടെ നോക്കിയത്, മനുഷ്യത്വം. 5-6 വർഷമായി നമുക്കൊപ്പം എബി. അവനൊരു ആപത്ത് വന്നപ്പോൾ മുഖം തിരിച്ചു പോകണമായിരുന്നെന്ന് തോന്നാൻ മാത്രം എന്ത് തെറ്റാ നിന്നോട് എബി ചെയ്ത്? മാത്യൂസ് അങ്കിൾ എബിക്കും. പറഞ്ഞു പൂർത്തിയാകും മുന്നേ പ്രണവിന്റെ കൈ മുമ്പത്തേക്കാൾ ശക്തിയിൽ ആളുടെ കൈ തണ്ടിൽ മുറുകി തനിക്കരിയിലേക്ക് പിടിച്ചു വലിച്ചു നിർത്തിയിരുന്നു. ഇനി ഒരിക്കൽ കൂടി കേൾക്കരുത് ഞാൻ അങ്ങനെ. എത്ര തവണ പറഞ്ഞു അങ്ങനെ വേണ്ടെന്ന്, എനിക്ക് ഇഷ്ടമല്ലെന്ന്. നീ എന്റെ മാത്രമാ, എന്റെ പെണ്ണാ.
ഈ പ്രണവിന്റെ ജീവനാ. എനിക്കിഷ്ടമല്ല അവനെ. അവന് വേണ്ടി നീ സംസാരിക്കണ്ട. നിന്റെ ചിന്തകളിൽ ഒരു നുള്ളു പോലും സ്ഥാനം അവന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവന്റെ സൗഹൃദം എനിക്ക് വേണ്ട. ഞാൻ പ്രണയിക്കുന്ന, ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ വജ്രയുടെ സൗഹൃദം അവൻ ആഗ്രഹിക്കണ്ട. സമ്മതിക്കില്ല ഞാൻ. സർവ്വ നിയന്ത്രണവും മറ്റ് ആളൊഴിഞ്ഞ ആ ഗ്രൗണ്ടിൽ നിന്ന് അലറിപ്പോയി പ്രണവ്. വജ്രയാവട്ടെ ജീവനുള്ള ജഡം പോലെ മരവിച്ച് നിൽക്കുകയാണ്. മനഃപൂർവ്വം തന്നെയാണ് എബി എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. അവന്റെ ഉള്ളിൽ തനിക്കറിയാതെ പൂഴ്ന്നിടക്കുന്ന സർവ്വതും പുറത്തേക്ക് ചിതറിത്തെറിക്കാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അത്രയും. കാതുകളുടെ ഞരമ്പൊക്കെ തളർന്നു പോയോ? ആകെ കൊട്ടിയടച്ച പോലെ എന്തോ തരിപ്പ് മാത്രം അറിയുന്നു. ആൾക്കുള്ളിൽ കത്തി ജ്വലിച്ച തീയണഞ്ഞ് മനസ്സും ശരീരവും ആടിയുലഞ്ഞു പോയതുപോലെ തളർച്ചയോടെ ഇടർച്ചയോടെ ദയനീയമായി വിളിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കൂടം കൊണ്ട് ആരോ തലക്കടിച്ച പോലെ ഓർമ്മകൾ നഷ്ടപ്പെട്ട പോലെ സ്തംഭിച്ച് നിന്നുപോയി. പ്രണവ് ഇപ്പോഴും കലിയോട് അവിടെ കൈത്തണ്ടയിൽ വേദനിപ്പിക്കും വിധം മുറുക്കി പിടിച്ചിട്ടുണ്ട്. മുഖത്തേക്ക് ഉറ്റു നോക്കുന്നുമുണ്ട്. നിറഞ്ഞിട്ടുണ്ട് അവന്റെ കണ്ണും. ആളുടെ നിൽപ്പോ ഭാവമോ ഒന്നും അവന്റെ കാഴ്ചയിൽ അപ്പോൾ പതിഞ്ഞിരുന്നില്ല. തന്നോട് പറഞ്ഞ വാക്കുകൾ കാതിലങ്ങനെ കാഹളം തീർക്കുകയാണ്. എന്താ നീ പറഞ്ഞ്? 5-6 വർഷമായിട്ട് നമുക്കൊപ്പം അവനുണ്ടെന്നോ? മിണ്ടരുത്. എബിൻ മാത്യൂസ് പ്രണവിനും വജ്രക്കും ഒപ്പം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല, ഇനി ഉണ്ടാവുകയില്ല. എന്നുള്ള വാശിക ഞാൻ നിധി പോലെ സ്നേഹിക്കുന്ന നിന്നോട് അവൻ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നത്. അവനറിയാം, നന്നായിട്ടറിയാം. നീ അവനെ ഫ്രണ്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് എനിക്കെതിരെയുള്ള ഏറ്റവും വലിയ മൂവ് എന്ന്. അതെന്താണ് നീ നിനക്ക് മനസ്സിലാവാത്തത്? എന്താന്ന് അറിയുന്നല്ലേ എനിക്ക് അവനുള്ള അകൽച്ച ഈ ജന്മം മാറില്ലെന്ന്. പിന്നെ എന്തിനാ നീ അവനെ നമുക്കിടയിലേക്ക് വലിച്ചിരുന്ന്? എന്തിനാന്ന്? വേണ്ട, അത് വേണ്ട. അവന്റെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണ്ട. ആളുടെ ഇരുതോളിലും പിടിച്ചുലച്ചുകൊണ്ട് സർവ്വ നിയന്ത്രണവും മറ്റു വാശിയോടെ ഇടർച്ചയോടെ ശബ്ദമുയർത്തി പറഞ്ഞ പ്രണവിനെ കണ്ട് ശ്വാസമെടുക്കാൻ പോലും ആവാത്ത അറിഞ്ഞു നിന്നുപോയി വജ്ര. തന്റെ ചുമലിരിക്കുന്ന അവന്റെ കൈകൾ അന്ന് ആദ്യമായി അവളെ പൊള്ളിച്ചു. ആ സ്പർശം അന്ന് ആദ്യമായി അവളിൽ വെറുപ്പ് നിറച്ചു. 1-2 നിമിഷങ്ങൾക്ക് ശേഷം തളർന്നുപോയിട്ടുന്നു വീണ്ടും ആളിക്കത്തി. അങ്ങേയറ്റത്തെ കലി അവളിലേക്ക് പരകായം ചെയ്തു. തോളിരിക്കുന്നവന്റെ കൈയിലേക്ക് നോക്കിയ ശേഷം ആ മുഖത്തേക്ക് രൂക്ഷമായ നോട്ടമെറിഞ്ഞു. കൈയെടുക്കടാ. പല്ലിയരിച്ചമർത്തിയുള്ള അടക്കി പിടിച്ച ആ ശബ്ദം തിളങ്ങുന്ന വാൾമുനയോളം മൂർച്ചയേറിയതായിരുന്നു. ഹൃദയത്തിൽ ആരോ കത്തി കൊണ്ട് വരഞ്ഞ പോലെ പിടഞ്ഞുകൊണ്ടവൻ ഞെട്ടലോടെ കൈയച്ചു. ഇന്നുവരെ സംസാരിക്കാത്ത രീതിയിൽ താൻ അവളോട് പറഞ്ഞ വാക്കുകൾ, ആജ്ഞ എല്ലാം അവന്റെ ചിന്തയിൽ ആ ഒരു നിമിഷം കൊണ്ട് വിസ്ഫോടനം തീർത്തു. തൊണ്ട വറ്റി വരണ്ടുപോയി. പ്രണവിന്റെ ശരീരമാസകലം വിറയിൽ ബാധിച്ച് അവൻ അറിഞ്ഞു. തന്റെ സ്പർശത്തെ അത്രയധികം വെറുപ്പോടെ അറപ്പോടെ കലിയോടെ വിലക്കിയത് കണ്ട് ചങ്ക് പിടച്ചവൻ പ്രജ്ഞയായിട്ട് നിന്നുപോയി. തൊണ്ടയിലേക്ക് ഒരു തേങ്ങൽ വന്ന് അടിഞ്ഞു നിന്നു. ചതിക്കായിരുന്നല്ലേ എന്റെ സഹോദരനായി ജീവനായി കൂടെ കൊണ്ടുവരുന്നല്ലേ ഞാൻ എന്നോട്. ബാക്കി പറയാൻ കഴിയാതെ കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് തെറിച്ചു. മനസ്സിന്റെ ബാലൻസ് തെറ്റി കരകയറുന്ന നിമിഷത്തിൽ നിന്നും പ്രണവ് സെക്കൻഡുകൾക്ക് മുമ്പ് പുറത്തേക്ക് കടന്നത് കൈയെടുക്കട എന്ന അവളുടെ മൂർച്ചയേറിയ ആ വാക്കിൽ നിന്നാണ്. എന്നാൽ ഇപ്പോൾ ചതി എന്ന പ്രയോഗം കൂടി കേട്ട മാത്രയിൽ തലച്ചോറിലേക്ക് ഏതോ അതികഠിനമായ മിന്നൽ പ്രഹരം ഏൽപ്പിച്ചതുപോലെ ചുറ്റുമുള്ളതോ അന്തരീക്ഷമോ എവിടെയാണെന്നോ പകലാണെന്നോ രാവാണെന്നോ എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് വീണ്ടും അവൻ എത്തിച്ചേർന്നു. മുന്നിൽ നിൽക്കുന്ന തന്റെ വജ്രയാണ്. ആളുടെ കണ്ണിൽ ഇപ്പോൾ താനൊരു ചതിനാണെന്ന് മാത്രമേ ഓർമ്മയിൽ നിൽക്കുന്നുള്ളൂ. തന്നിൽ നിന്ന് അവൾ അകന്നു തുടങ്ങിയാണ്. തന്നോടുള്ള വെറുപ്പ് അവളിൽ നാമ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം അത് ഉൾക്കൊള്ളാനാവാതെ ഭയം കൊണ്ടും അങ്ങേയറ്റത്തെ സങ്കടം കൊണ്ടും അവൻ പോലും അറിയാതെ അവന്റെ ഭാവം മാറി തുടങ്ങി. ചെന്നിയിലെ ഞരമ്പുകൾ എഴുന്നു നിന്നു. കണ്ണീരൊഴുക്കി കണ്ണു കലങ്ങി ചുവന്നു. മുഖം വിറച്ചു. വജ്രയുടെ ക്ഷമ പൂർണ്ണമായും തകർന്ന നിമിഷത്തിൽ ഞൊടിയിടയിൽ പ്രണവിന്റെ കോളറിൽ ആളുടെ ഇരുകൈകളും മുറുകി. ഒരിക്കൽ എന്റെ ജീവിതവും സന്തോഷവും വിധിക്ക് വിട്ടുകൊടുക്കാതെ പിടിച്ചടക്കി തിരിച്ചു തന്നതിന് നീ തിരികെ ആഗ്രഹിക്കുന്ന എന്റെ ജീവനാണല്ലേ? വിലയിട്ട് എന്റെ മനസ്സിനാണല്ലേ? പകരം ചോദിക്കുന്ന എന്റെ ആത്മാവിനെ കത്തിക്കാനാണല്ലേ? അല്ലേടാ? ശബ്ദമുയർത്തി കരഞ്ഞുകൊണ്ടുള്ള ആക്രോശിച്ച് കോളർ പിടിച്ചുലക്കുമ്പോൾ പ്രണവിന്റെ നാഡീഞരമ്പുകൾ പോലും പരസ്പരം കെട്ടുപിണഞ്ഞ് തളർന്ന് ശ്വാസം കിട്ടാതെ വലിഞ്ഞു മുറുകിയിരുന്നു. കിതച്ചു തുടങ്ങിയവൻ ആൾ ചോദിച്ച ചോദ്യങ്ങൾ മനസ്സിന്റെ സമനില തെറ്റിച്ചു തുടങ്ങി. വീണ്ടും ആവർത്തിച്ച് യു ചീറ്റ് എന്നൊക്കെ ഉറക്കെ കരഞ്ഞു പറഞ്ഞ് തന്നെ വിലക്കുന്ന അവരുടെ കയ്യിൽ അത്രയധികം ശക്തിയോടെ നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ പിടി വീണു. വജ്ര ഗർജിക്കും പോലെ വിളിച്ച് തന്റെ കോളറിൽ നിന്നുമുള്ള അവരുടെ പിടി ബലമായി പിടിച്ചു മാറ്റി കുടഞ്ഞെറിഞ്ഞ പ്രണവിനെ കണ്ട് പിറകിലേക്ക് വേയിച്ചു പോയിരുന്ന വജ്ര അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. എന്താ നീ പറഞ്ഞ്? അച്ഛന്റെയും അമ്മയുടെയും ജീവൻ തിരികെ തന്നതിന് പകരമായിട്ട് നിന്നെ ചോദിക്കുകയാണെന്നോ? അരിഞ്ഞു കളഞ്ഞാണ് നാവ്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ എന്റെ പാതയായി കിട്ടാൻ, ഈ ജന്മം മുഴുവൻ നിന്റെ പ്രണയവും സ്നേഹവും കരുതലും എനിക്ക് വേണ്ടിയാവാൻ ഈ ലോകത്തോട് തന്നെ പൊരുതാൻ മനസ്സുണ്ട് എനിക്ക്. പക്ഷേ അത് എന്റെ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന നിന്റെ അച്ഛന്റെ അമ്മയുടെ ജീവന് വിലപേശിയിട്ടല്ല. ദേഷ്യം കൊണ്ട് പല്ലിയരിച്ചമർത്തുമ്പോൾ കവിളലുകൾ മുഴച്ചു നിന്നിരുന്ന അവന്റെ വജ്രയുടെ കണ്ണുകളിൽ അതിലേറെ ദേഷ്യം തിളച്ചു. നീ വേദനിക്കുന്നോർത്ത് ഞാൻ ഇത്ര നാളും
ഇതെല്ലാം എനിക്കറിയില്ല. എപ്പോഴും ഞാൻ കരഞ്ഞു പോയിരുന്ന പ്രണവ് അപ്പോഴേക്കും രണ്ട് കൈകളും തലമുടി ഒന്നാകെ തഴുകി മുകളിലേക്ക് നോക്കിയവൻ പരിസരം മറന്ന് കരയുമ്പോഴും വജ്രയുടെ മുഖത്തെ ദേഷ്യം ഒരു തരിമ്പ് പോലും കുറഞ്ഞില്ല. ആളിക്കത്തുന്ന മനസ്സുമായി ശില പോലെ നിൽക്കുമ്പോൾ തന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ സന്തോഷത്തോടെ നിന്ന ദൃശ്യത്തിന് തീ പിടിച്ചു തുടങ്ങുന്ന കാഴ്ച അവൾക്കുള്ളിൽ അരങ്ങേറുന്നുണ്ടായിരുന്നു. കരച്ചിലൊന്ന് അമർത്തി പിടിച്ച ശേഷം കിതപ്പോടെ അവൻ അവളുടെ മുഖത്തേക്ക് വാശിയോടെ നോക്കി. അറിയണം, എല്ലാം അറിയണം. നീ ഈ ദിവസം ദൈവം അതിനുവേണ്ടി തെരഞ്ഞെടുത്താവാം. ഇനിയും ഇങ്ങനെ ഉള്ളിൽ വെച്ച് നീറാൻ വയ്യ എനിക്ക്. എന്റെ നെഞ്ചു പൊട്ടി ഞാൻ നിൽക്കുന്ന എത്ര നേരം നീ കണ്ടു നിൽക്കും? എന്റെ സ്നേഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട് ഞാൻ നിന്നെ തോൽപ്പിക്കും വജ്ര. മൗനമായ ഉള്ളിൽ അലറി പറഞ്ഞുകൊണ്ട് കിതപ്പോടെ അവൾക്ക് അരികിലേക്ക് അവൻ വന്നു നിന്നു. അതെ, സത്യം ഞാൻ പറഞ്ഞു. എനിക്കൊരിക്കലും നിന്നെ എൻ്റെ സിസ്റ്ററായിട്ട് കാണാൻ കഴിയില്ല വജ്ര. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. എൻ്റെ ഈ ജന്മം മുഴുവൻ അതങ്ങനെ തന്നെയായിരിക്കും. മരിക്കേണ്ടി വന്നാലും അതിലിനിയൊരു മാറ്റം ഉണ്ടാവില്ല. യെസ്, ഐ ലവ് യു. ഐ ലവ് യു ആസ് മൈ സോൾ. ഞരമ്പ് വലിച്ചു മുറിക്കുക അത്രയും ശക്തിയോടെ, വാശിയോടെ, കടുപ്പത്തോടെ ഉറക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പേ നെഞ്ചിലൊരു ചവിട്ടേറ്റ് പുറകിലേക്ക് ആഞ്ഞു വീണുപോയിരുന്ന പ്രണവ്. വന്നതാരാണെന്നോ പ്രണവ് വീണെന്നോ ശ്രദ്ധിക്കാതെ മരവിച്ച കണക്ക് അതേ നിൽക്കുന്ന വജ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നേരത്തെ ശ്വാസമേ ഉള്ളൂ എന്ന പോൽ അത്രമേൽ തളർച്ചയോടെ കണ്ണീര് തുടച്ചു മാറ്റാൻ മറന്ന് അവൾ ആ നിൽപ്പ് നിന്നു. ചവിട്ടേറ്റ വേദനയിൽ നെഞ്ചിൽ കൈപ്പത്തി അമർത്തി മുന്നിലേക്ക് നോക്കിയ പ്രണവിന്റെ കണ്ണുകളിൽ അങ്ങേയറ്റത്തെ കലിയോടെ വിറസിൽക്കുന്ന ബഷീറിന്റെ രൂപം പതിഞ്ഞു. തീരാ സങ്കടം പേറി മറുത്തൊരു വാക്ക് പോലും പറയാതെ തല താങ്ങി പിടിച്ചായിരിപ്പിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയവൻ. ബഷീറിന്റെ ചങ്കിവിടഞ്ഞെങ്കിലും അവന്റെ വായിൽ നിന്ന് കേട്ട സത്യങ്ങൾ നിമിഷവേഗത്തിൽ മനസ്സിലേക്ക് പാഞ്ഞെത്തിയതും രൂക്ഷമായ ഭാവത്തിൽ തിരികെ എത്തി. തനിക്കരിയിൽ കണ്ണീര് വാർത്തുകൊണ്ട് ചലനമറ്റ് നിൽക്കുന്ന പെണ്ണിനെ നെഞ്ചുരുകുന്ന വേദനയോടെ ബഷീർ ചേർത്തു പിടിച്ചു. അവന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പ്രണവ് പറഞ്ഞ സത്യങ്ങൾ അത്രയും എത്രമേൽ അവളെ തകർത്തിട്ടുണ്ടാവുമെന്ന്. തന്നെയും പ്രണവിനെയും കൂടെ പിറപ്പാണെന്ന് പറഞ്ഞ് നെഞ്ചിലേറ്റ് നടക്കുന്നവളാണ്. തനിക്ക് തന്നെ താങ്ങാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല. പിന്നെ അവളെങ്ങനെ അത് സഹിക്കും? തല താങ്ങി പിടിച്ച് സമത തെറ്റിയവനെ പോലെ കരയുന്നവനെ തമ്മിലുള്ള സ്നേഹം മറന്ന് കൊല്ലാനാണ് തോന്നുന്നത്. തന്നെ ചേർത്ത് പിടിച്ച് നിന്നവനിലേക്ക് മരപ്പാവുന്ന പോലെ നിസ്സംഗതയോടെ അവൾ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവൻ പറഞ്ഞെന്താണ്? എനിക്ക് ഇടമുറിഞ്ഞ വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ ബോധം നഷ്ടപ്പെടുപോലെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന വജ്രയുടെ തോളിൽ പതിയെ തട്ടി സങ്കടം കടിച്ചു പിടിച്ചവൻ ശാന്തമാകുന്ന കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. വീണ്ടും പ്രണവിലേക്ക് ഇരുവരും നോക്കി. അവളിൽ നിന്ന് അകന്നു മാറി നിലത്തിരിക്കുന്നവനിലേക്ക് ഓരോ ചുവടും വെക്കുമ്പോൾ നാളിതുവരെ ഒറ്റ മനസ്സായി തോളോട് തോൾ ചേർന്ന് നടന്ന നിമിഷങ്ങളായിരുന്നു ബഷീറിന്റെ മനസ്സ് നിറയെ. ആ അവനെയാണ് നെഞ്ചു കലങ്ങി വിധം ചവിട്ടേണ്ടി വന്നത്. ദേഷ്യവും സങ്കടവും സമ്മിശ്രമായി നിറഞ്ഞ് സമനില തെറ്റിയതുപോലെ തലവരിക്കുന്നുണ്ട്. പ്രണവിന്റെ കോളറിൽ പിടിച്ചു വലിച്ച് ചുമരിലേക്ക് ചേർത്തും ബഷീറിന്റെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് പ്രണവ് അലറിക്കരഞ്ഞു. എടാ, എനിക്ക് അവളിൽ ആ പറ്റില്ലടാ. തെറ്റായിരിക്കാം, പക്ഷെ പറ്റിപ്പോയടാ. മനസ്സിൽ പറഞ്ഞു മനസ്സിലാക്കാൻ എത്ര ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. പക്ഷേ എന്റെ ജീവനെ പോലെ ഞാൻ സ്നേഹിച്ചു വേണം. മറക്കാൻ എനിക്ക് പറ്റില്ലടാ. ഞാൻ മരിക്കുന്നതാ. അതിലും ഭേദം തോന്നിപ്പോവാ. വെറുക്കല്ലേടാ എന്നെ. അവളോട് പറ വെറുക്കല്ലേന്ന്. എനിക്ക് അവളെ വേണം. പക്ഷേ പ്രണവിനെ ബലമായി നെഞ്ചിൽ നിന്ന് നടത്തി മാറ്റി കവളിൽ കുത്തിപ്പിടിക്കുമ്പോൾ ബഷീറിന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പിയിരുന്നു. നെറിയോട് പറയുന്ന റാസ്കൽ, അറിയുന്ന നിനക്ക് അവളുടെ മനസ്സിൽ നിന്റെ എന്റെ സ്ഥാനം താന്ന്. കളങ്കം ചേർത്തിലടാ നീ ഞങ്ങളുടെ വിശ്വാസത്തില്, സ്നേഹത്തില്. ഈ ജന്മം നിന്നോട് പൊറുക്കില്ല ഞാൻ. നിർത്തിക്കോ, ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോ. എന്റെ പാത്തൂനെ പോലെ ഞാൻ കൊണ്ടിടക്കുന്നതിന്റെ പെങ്ങളാത്. ഇനി നീ ഇതുപോലെ ഭ്രാന്ത് പറഞ്ഞ് ചെരച്ചാ പടച്ചോനാണേ മുന്നും പിന്നും നോക്കൂല ബഷീർ. നിന്റെ നെഞ്ചിൽ ഇനി ചവിട്ടാൻ അറച്ചു നിൽക്കില്ല ഞാൻ. കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് പിന്നിലേക്ക് തള്ളിയതും പ്രണവ് വീണ്ടും അവന്റെ കൈ കൂട്ടിപ്പിടിച്ചു. തല്ലിയാലും കൊന്നാലും എനിക്കിത് മാറ്റി പറയാൻ കഴിയില്ല. പക്ഷേ എന്നൊന്നും മനസ്സിലാക്ക്. മനസ്സ് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ഉണ്ടാവല്ലേടാ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത് എപ്പോഴാന്ന് എനിക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് കരച്ചിലൊതുക്കി പിടിച്ചവൻ തകർന്നു നിൽക്കുന്ന വജ്രയിലേക്ക് നോക്കി. നിറഞ്ഞു നിൽക്കുന്ന മിഴികൾ പിൻവലിക്കാതെ അവന് ദഹിപ്പിക്കാൻ പോകുന്ന ദേഷ്യം അടക്കി പിടിച്ച് നിൽക്കുകയാണ് അവൾ. അവന്റെ ഓരോ വാക്കും നോക്കും പച്ചകുത്തും പോലെ മനസ്സിൽ പതിപ്പിച്ച് ഉള്ളിലൊരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട്. മനസ്സിനെ പിന്തിരിപ്പിക്കാൻ പറ്റണ്ടടാ എനിക്ക്. ശ്രമിച്ചു നോക്കാനും ഭയമായി എനിക്ക്. ജീവൻ പോകുന്ന പോലെ തോന്നി. അവളടുത്തില്ലെങ്കിൽ ഇൻസെക്യൂർഡായടാ ഞാൻ. അവളുടെ ഇഷ്ടത്തിന്മേൽ ഞാൻ അത്രക്ക് ഹാപ്പി ആയി തുടങ്ങി. എൻ്റെ മനസ്സ് അവൾ ആഗ്രഹിച്ച്. ബാക്കി പറയും മുമ്പേ കാരണം പോയിച്ച് കിട്ടിയ അടിയിൽ ബഷീറിന്റെ തോളിലേക്ക് ചെരിഞ്ഞ് വേച്ചുപോയി പ്രണവ്. ഞെട്ടലോടെ സങ്കടത്തിന്റെ കടൽ മുങ്ങി താന്നതുപോലെ അവൻ മുഖമുയർത്തി നോക്കി.
കലിയോടെ നിന്ന് കിതക്കെയാണ് വജ്ര. ബഷീർ ഒരു നോക്കൊണ്ട് പോലും അവളെ തടഞ്ഞില്ല. കൗളിലേക്ക് ഊർന്നു വീഴുന്ന കണ്ണീര് തുടച്ചു മാറ്റാൻ പോലും നിൽക്കാതെ ആ നിൽപ്പ് നിൽക്കുകയാണവൻ. പ്രണവ് എന്തോ പറയും മുമ്പേ അവന്റെ കോളിൽ വീണ്ടും അവളുടെ കൈകൾ മുറുകി. ബഷീറിനരികിൽ നിന്ന് പിടിച്ചു വലിച്ച് മുന്നിലേക്ക് നിർത്തുമ്പോൾ അവളുടെ സർവ്വ നിയന്ത്രണവും മറ്റുപോയിരുന്നു. ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഞാൻ നിന്നെ മോഹിപ്പിച്ചിട്ടുണ്ടോ? പ്രതീക്ഷ തന്നിട്ടുണ്ടോ? കൂടെ പിറപ്പാണെന്ന് 1000 തവണ പറഞ്ഞ് കൂടെ നടക്കുമ്പോ മിണ്ടാതെ നടന്ന ഇത്രയും കാലം നീ എന്നെ... കരച്ചിൽ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. ഒരിക്കൽ കൂടി അവന്റെ കോളിൽ പിടിച്ച് വലിച്ചു. എന്റെ കൈയെ പിടിക്കുമ്പോ, എന്നെ ചേർത്ത് നിർത്തുമ്പോ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നില്ലേ? പ്രണയമായിരുന്നില്ലേ? എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക. കൊന്നോടായിരുന്നോടാ എന്നെ. എന്റെ പേലൊക്കെ പുഴയിരിക്കും പോലെ തോന്നുക. നിന്റെ കൈ കൊത്തി അരിയാൻ തോന്നുക. അവളെ ഞെട്ടലോടെ നോക്കിയ പ്രണവിന്റെ മുഖം ഞൊടിയിൽ ദേഷ്യം കൊണ്ട് മുറുകി. വജ്ര! കുറച്ചുറക്കി വിളിച്ചുകൊണ്ട് തന്നിൽ നിന്ന് ബലമായവൾ തള്ളി മാറ്റം പിന്തിരിഞ്ഞെന്ന് കിതച്ചു. ഇങ്ങനെയൊന്നും എന്നോട് പറയരുത് കേട്ടോ. നെഞ്ചൂട്ടി മരിച്ചു പോകും ഞാൻ. നിന്റെ കൈ കോർത്ത് പിടിക്കുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും ഉള്ളു നിറഞ്ഞ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.